ഇത് കാണുന്നത് പനേൻ്റെ പൊടിയാണ്. മുമ്പൊക്കെ പനയുടെ പൊടി എടുത്തിട്ട് ആൾക്കാർ കഞ്ഞൊക്കെ ഉണ്ടാവും പട്ടിണി കാലത്ത്. അപ്പോൾ ഇത് പനയുടെ പൊടി എടുത്തിട്ട് ഉണക്കി പൊടിച്ചുണ്ടാക്കുന്നതാണ്. അതുപോലെ ചെയ്തതായിരുന്നു. പനയുടെ പൊടി അല്ല, പനയെടുത്ത് ഉണക്കി മില്ലിൽ കൊണ്ടുപോയി പൊടിച്ചെടുത്താൽ മതി. ഇനി ഇത് അരിച്ചെടുക്കണം വെള്ളത്തിലിട്ടിട്ട്. എന്നിട്ട് വേണം ഇതിന് പനങ്കഞ്ഞി ഉണ്ടാക്കാൻ. പനങ്കഞ്ഞി അന്ന് അരി കിട്ടാത്ത കാലത്തൊക്കെ ഒരു 10-15 കൊല്ലം മുമ്പൊക്കെ ആൾക്കാർ, പാവപ്പെട്ട ആൾക്കാരൊക്കെ പാടെ കഞ്ഞി എന്ന് പറഞ്ഞാൽ ഈ സാധനം പനൻ്റെ എടുത്തിട്ട് കഞ്ഞിയൊക്കെ ഉണ്ടാക്കി കുടിച്ച ഒരു കാലം ഉണ്ടായിരുന്നു. ആ കാലം ഇപ്പോഴത്തെ ആൾക്കാർക്കൊന്നും അറിയില്ല. ഒരു ഓർമ്മപ്പെടുത്തൽ എന്ന് മാത്രമേ ഉള്ളൂ ഇതിൽ. അപ്പോൾ ഞാൻ ഇതൊന്ന് അരിച്ചെടുക്കാനേ ഒരു പാത്രം നിറച്ച് വെള്ളം എടുത്തിട്ടുണ്ട്. ഇനി വെള്ളം ഒരു തുണി കൊണ്ട് തിരുപ്പെടുത്ത തുണിയാണ്. നല്ലൊരു തുണിയെടുത്ത് തിരുമ്പിയ തുണി കൊണ്ട് വെള്ള തുണി ഇങ്ങനെ വെക്കുക. ഇതിലിങ്ങനെ വെച്ചിട്ട് വെള്ളത്തിലേക്ക് ഇടുക. ഇത് ഈ പൊടിയെടുത്ത് ഇതിലേക്കിട്ട് അരിച്ചെടുക്കണം. ഇത് പന ഉണക്കിയതാണ്. അങ്ങനെ